നമസ്കാരം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു വിവരം പങ്കുവയ്ക്കുകയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു ഡോക്ടർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയ രോഗികളിൽ നിന്നായിരിക്കാം ഈ രോഗം കണ്ടെത്തിയത് അല്ലെങ്കിൽ രോഗം പകർന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിലവിൽ ഷിഗല്ല ഇന്ന് രാവിലെയോട് കൂടിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലായി ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് പല രോഗികൾ എത്തുന്നവരിൽ നിന്നും ഇങ്ങനെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ രോഗികളുമായി സമ്പർക്കം ഉണ്ടായിരുന്ന ഒരു പട്ടിക ഏതാണെന്ന് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കേരളത്തിൽ ഷിഗല്ല സ്ഥിരീകരിച്ച് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചിരിക്കുന്നത് പാരിപ്പള്ളിയിലാണ്. ഏതായാലും ആശുപത്രിയിൽ എത്തിയിരിക്കുന്ന രോഗികളിൽ നിന്നാവാം ഇത്തരത്തിൽ ഷിഗല്ല പകർന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു ഡോക്ടർക്ക് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഏതായാലും ഇത് പകരാതെ അല്ലെങ്കിൽ ഷിഗല്ല രോഗം പകരാനുണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ട ഈ സമ്പർക്ക പട്ടികകളടക്കം ഇപ്പോൾ പരിശോധിക്കുന്നു. ഏതായാലും രോഗം വരാതിരിക്കാനുള്ള പരമാവധി നടപടികൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കൈകൾ വൃത്തിയായി കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം സൂക്ഷിക്കേണ്ടത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വൈറസ് വലിയ രീതിയിൽ പകരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനാണ് ജനങ്ങൾ ശ്രമിക്കേണ്ടത്.